വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചോക്ലേറ്റ് മിനി കേക്ക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലൊട്ടും കട്ടയൊന്നും പാടില്ല. നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പൊ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് കൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാല്, 1/4 കപ്പ് ഓയില്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ എഗ്ലെസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ. ഇപ്പൊ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. അധികം തിക്കുമല്ല, അധികം ലൂസുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടേണ്ടത്. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കേക്ക് ബാറ്റർ ഒഴിക്കാം. ഒരുപാട് നിറച്ചങ്ങ് ഒഴിക്കരുത്, പകുതി ഭാഗം ഒഴിച്ചാൽ മതി. നമുക്ക് എല്ലാത്തിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ബദാം വെച്ച് അലങ്കരിക്കാം. കാഷ്യൂ നട്ട്സും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയും നമുക്ക് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഇത് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കാണാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. അതിന് കുറച്ചും കൂടി നമുക്ക് വേവാനുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം. ഇപ്പൊ നമുക്ക് അടിഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിരിക്കുന്നത് കൊണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് മറിച്ചിടുമ്പോൾ കാണാം നമുക്ക് പെർഫെക്റ്റ് ഷേപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് പാനിന്റെ മൂടിയൊന്നും മാറ്റി നോക്കണം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി അടുത്തും നമുക്ക് ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ച് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് 20-21 നമുക്ക് കിട്ടുന്നതാണ് മിനി കേക്ക്സ്. ഇപ്പൊ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചോക്ലേറ്റ് മിനി കേക്ക്സ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്.
നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ചേർക്കാം. ചോക്ലേറ്റ് സിറപ്പ് കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ മിനി കേക്ക്സിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.